വിഷുവിന് വീട്ടിൽ പോയപ്പോൾ അമ്മയോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുന്ന സമയത്ത് അമ്മ വീണ്ടും അതേ കാര്യം പറഞ്ഞു. എത്രയോ തവണ അമ്മ ഇത് ആവർത്തിച്ചതാണ്. അച്ഛൻ അമ്മയോട് അവസാനമായിട്ട് പറഞ്ഞിരുന്നത്രേ, കുട്ടി മാജിക്കിൽ പിടിച്ചു കയറാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഓൻ്റെ ഇഷ്ടം അതാണെങ്കിൽ അതുമായിട്ട് ഓൻ ജീവിക്കട്ടെ. പക്ഷേ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കഴിഞ്ഞാലും തോറ്റ് പിന്മാറരുത് എന്ന് ഓനോട് പറയണം എന്ന്. അച്ഛൻ പറഞ്ഞ ഈ വാക്കുകൾ ആറ്റിക്കുറുക്കിയാൽ കിട്ടുന്ന മനോഹരമായൊരു വചനമുണ്ട് ഇംഗ്ലീഷിൽ, നെവർ ഗിവ് അപ്പ്. എല്ലാ മക്കളോടും ഞാൻ ഒരു അച്ഛൻ്റെ സ്ഥാനത്തു നിന്നുകൊണ്ടാണെങ്കിൽ അങ്ങനെ പറയുകയാണ്, നിങ്ങളുടെ ആഗ്രഹം അദമ്യമാണെങ്കിൽ, നിങ്ങളുടെ പാത സത്യത്തിൻ്റെതാണെങ്കിൽ, നിങ്ങളുടെ ലക്ഷ്യം എത്രയും വലുതാവട്ടെ, നെവർ ഗിവ് അപ്പ്. ഇന്നത്തെ കാലത്ത് എല്ലായിടത്തും വല്ലാത്തൊരു അനിശ്ചിതത്വമുണ്ട്. ഒപ്പമുള്ളവർ നമ്മളെ വല്ലാത്ത ആശയക്കുഴപ്പങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോഴും ഞാൻ പറയുന്നത് അത് തന്നെയാണ്, നെവർ ഗിവ് അപ്പ്. അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഒന്ന്, മുന്നിൽ വരുന്ന ഒരവസരത്തെയും പാഴാക്കരുത്. ഭയത്തോടെ നോക്കിക്കാണുകയും ചെയ്യരുത്. എല്ലാ അവസരങ്ങളെയും പ്രതീക്ഷകളോട് കൂടിയിട്ട് സ്വീകരിക്കുക. പിന്നെ വരുന്നിടത്ത് കാണാം. 2, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് ചിന്തിച്ച് നമ്മുടെ ജീവിതത്തെ തളച്ചിടാൻ അനുവദിക്കരുത്. നിയമത്തിൻ്റെയും ചട്ടത്തിൻ്റെയും ഒക്കെ അതിർവരമ്പുകളെ ഭേദിക്കാതെ നമുക്ക് ശരി എന്ന് ബോധ്യമുള്ള കാര്യങ്ങൾ സധൈര്യം ചെയ്യുക. കാരണം നമ്മൾ ജീവിച്ചു തീർക്കുന്നത് നമ്മുടെ ജീവിതമാണ്, മറ്റൊരാളുടെ ജീവിതമല്ല. 3, ഒരു വേദനയും ഒരു ദുഃഖവും ഒരു പ്രതിസന്ധിയും എന്നേക്കും ഉള്ളതല്ല എന്നും അതും കടന്നു പോകും എന്നും ഉറച്ചങ്ങോട്ട് വിശ്വസിക്കുക. 4, നമുക്ക് എന്ത് നഷ്ടപ്പെട്ടു എന്നതിനേക്കാൾ നമ്മൾ എന്ത് അവശേഷിപ്പിക്കുന്നു എന്നതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. നഷ്ടപ്പെട്ടതിനോർത്ത് ചിന്തിച്ച് ഊർജവും സമയവും നഷ്ടപ്പെടുത്താതിരിക്കുക. 5, എന്താണോ സംഭവിച്ചത് അതിനെ അങ്ങനെ തന്നെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക. ദൗർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അതാണ്. ഈ ഹെലൻ കെല്ലറിൻ്റെ വാക്കുകൾ എപ്പോഴും ഒന്ന് മനസ്സിൽ ഓർത്താൽ മതി. അതെന്താണെന്നറിയോ? എനിക്ക് കാണാനോ കേൾക്കാനോ സംസാരിക്കാനോ കഴിയാതെ അംഗപരിമിതികൾ തന്ന ദൈവമേ, ഞാൻ നിന്നോട് നന്ദി പറയുന്നു. അതിനെ അതിജീവിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്ക് വേറിട്ട വഴികളിലൂടെ ഈ ലോകത്തെ ചരിത്രം തീർത്ത് കടന്നു പോകാൻ സാധിച്ചത്. ഇത് മനസ്സിലുണ്ടാവണം.